ഖത്തർ വേൾഡ് കപ്പിലെ പരാജയത്തിന് ശേഷം ഹൃദയം നുറുങ്ങുന്ന വേദന കടിച്ചമർത്തി അയാൾ മൈതാനം വിടുന്ന കാഴ്ച ഏതൊരു ഫുട്ബോൾ ആരാധകൻ്റെയും മനസ്സിനെ തകർത്ത നിമിഷങ്ങളിലൊന്നായിരുന്നു. അന്നൊന്ന് അയാളെ ആശ്വസിപ്പിക്കുവാൻ ഒരു സഹതാരം പോലും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന തോന്നൽ ഇന്നും ഓരോ ആരാധകരിലും വിട്ടുമാറാത്ത സങ്കടം തന്നെയാണ്. പക്ഷേ ഇന്ന് രാജ്യത്തിന് ഏറ്റവും ആവശ്യം വേണ്ടിയിരുന്ന സമയത്ത് പെനാൽറ്റി മിസ്സാക്കി തകർന്നു നിൽക്കുമ്പോൾ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല ആ മൈതാനത്ത് നിന്നിരുന്നത്. ഉടലെടുത്ത നിമിഷങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരം തന്നെയായിരുന്നു. അവർക്കയാൾ ആരായിരുന്നുവെന്ന് ഓരോ ആശ്വാസനങ്ങൾക്കും പുറകിലും തളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അന്നൊരു പക്ഷേ ഖത്തർ പരാജയത്തിന് ശേഷം ഡീഗോ ഡൈലോട്ട് നൽകാതിരുന്ന ആ പാസിന് എത്രമാത്രം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അവിടെ ഒരു പാസ് നൽകിയിരുന്നുവെങ്കിൽ ക്ലൈമാക്സ് വരെ മാറിപ്പോകുമായിരുന്നുവെന്ന് പലരും ഇന്നും ചിന്തിക്കുന്നുണ്ട്. മനഃപൂർവ്വം റൊണാൾഡോയോടുള്ള വിദ്വേഷം മനസ്സിൽ വെച്ച് നൽകാതിരുന്ന പാസ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ വട്ടം പലർക്കിടയിലും പല ചർച്ചകളിലും ഡീഗോ ഡൈലോട്ട് വില്ലനായി തുടർന്നിരുന്നു. എന്നാൽ ഇന്ന് തൻ്റെ പിഴവിൽ രാജ്യം തോൽക്കുമെന്ന പാപഭാരവും ചുമന്ന് ജർമ്മൻ മണ്ണിൽ കണ്ണുനീർ വാഴ്ത്തി നിന്ന റൊണാൾഡോയുടെ അരികിലേക്ക് ആദ്യം ഓടിയെത്തിയത് അയാളായിരുന്നില്ലേ? ആശ്വസിപ്പിച്ചും ആത്മവിശ്വാസം പകർന്നും കണ്ണുനീർ തുടച്ചും റൊണോയെ ഡൈലോട്ട് ചേർത്ത് നിർത്തുന്ന ചിത്രങ്ങൾ കുറ്റബോധത്തോടെയല്ലാതെ നോക്കി നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അവഗണനകൾ കൊണ്ട് റൊണോയെ അവർ ഒറ്റപ്പെടുത്തിയിരുന്നുവെന്ന ഉൾച്ചിന്തകളെ രണ്ടായി കീറിമുറിക്കുന്ന ജീവനുള്ള ഒട്ടേറെ മുഹൂർത്തങ്ങൾ. പരിഹാസങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും തങ്ങളുടെ നായകനെ വലിച്ചഴക്കപ്പെടുമെന്ന തോന്നലിനെ തീർത്തും നിശബ്ദമാക്കി അയാൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് അവർ തെളിയിക്കുകയായിരുന്നു. ഞങ്ങൾ കണ്ടുവളർന്ന ആ മഹാ ഇതിഹാസത്തിന് സംഭവിച്ച ഒറ്റപ്പിഴവിൽ ഈ ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന കരുതൽ കൂടി ഉണ്ടായിരുന്നു ഡൈലോട്ടിൻ്റെ ആ ചേർത്തു നിർത്തലിന് പുറകിൽ. ഡീഗോ കോസ്റ്റയിലൂടെ വിജയം കൈവരിച്ചുകൊണ്ട് നെടുവീർപ്പിട്ട് റൊണോ സന്തോഷിക്കുമ്പോൾ അതിൽ പങ്കുചേരുവാനും അയാൾ ഒപ്പമുണ്ടായിരുന്നു. ഫുട്ബോൾ ഒരു മാന്ത്രിക ഗെയിം തന്നെയാണ്. അവിടെ പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. പക്ഷേ സഹതാരങ്ങൾ തമ്മിൽ രക്തബന്ധത്തേക്കാൾ വലിയൊരു ബന്ധമുണ്ട് എന്നതാണ് പരമാർത്ഥം. ഡീഗോ ഡൈലോട്ടും അതുതന്നെയാണ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത്.